കിളിയേ 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 മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മുള്ളും കുളിരിൽ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഹലോ, നമസ്കാരം. എൻ്റെ ഈ ചെറിയൊരു വ്ളോഗിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എന്നെനിക്ക് തോന്നി ഇതൊന്ന് പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാലോ. ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ ചില കാണാത്ത, നമ്മുടെ നോട്ടം ചെല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ ബിസി ലൈഫിൽ നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ ഇതൊക്കെ നല്ലതാണ്. കുറച്ച് ചെടികൾ നോക്കാം, പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മകളെല്ലാം പഴയ ഒരു ഓർമ്മയിലേക്ക് പോകാം. പലർക്കും പല ചിന്താരീതികളായിരിക്കാം. പലർക്കും ഇങ്ങനെയൊക്കെ ചെടികളും, നമുക്കറിയാം എല്ലാ ക്രിയേച്ചേഴ്സിനെയും ഇന്നത്തെ പല ഓരോന്നിനും ഓരോരോ ഭംഗിയിലാണ് ദൈവം നമ്മുടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആ ഉറുമ്പിനെ പോലും ദൈവം അതിനെന്തിനാണ് അങ്ങനെ സൈസ് കുറച്ചിട്ട് ആ രീതിയിൽ ആക്കിയിട്ടുള്ളത്? അതിനിവിടെ എന്നാലേ എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഓരോരുത്തരെയും എന്തുകൊണ്ടാണ് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അങ്ങനെയേ അവരിവിടെ എക്സിസ്റ്റൻസ് ആവുള്ളൂ. കാവടിപ്പൂ, ഇതൊക്കെ ചിലർക്ക് പഴയൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്നതാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ കാവടിപ്പൂ കാണുമ്പോൾ പറിച്ച് ഞാൻ കയ്യിലൊക്കെ പിടിച്ച് ഞങ്ങൾ നടക്കുമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ നടന്നാണല്ലോ സ്കൂളിൽ പോകാം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് സൈക്കിളുണ്ട്, സ്കൂൾ ബസ്സിന് വിടുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ കൊട്ടക്കായ പറിച്ചും മാങ്ങ പറിച്ചും അങ്ങനെയൊക്കെ നടന്നു പോയ കാലമൊക്കെ നമുക്ക് ഓർമ്മ വരും. കാണുന്ന പൂക്കളൊക്കെ പറിച്ച് തലയിൽ വെച്ച് ചൂടി നടക്കും. കൂട്ടുകാരുമായി വർത്തമാനം പറഞ്ഞ് നടക്കും. തോടും പുഴകളും ഒക്കെ ചാടി നടക്കും. പുസ്തകങ്ങൾ വായിച്ചും തുമ്പിയെ നോക്കിയും വണ്ടുകളെ നോക്കിയും അതൊരു ലൈഫ് തന്നെയായിരുന്നു.